മതമാണ് 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 ഞങ്ങളുടെ ഐഡൻറ്റിറ്റി. മതം തന്നെയാണ് ഞങ്ങളുടെ അടിസ്ഥാന ഉദ്ദേശം, സിദ്ധാന്തം എന്നൊക്കെ പബ്ലിക് വേദിയിൽ പറഞ്ഞ് പ്രസംഗിച്ച് അന്നുള്ള ഭരണകൂടം ഒരു കേസ് എടുക്കാൻ പോലും അതിൻ്റെ പേരിൽ തയ്യാറായില്ല. അതുപോട്ടെ ആ മുന്നണി എല്ലാ നേതാക്കളും വളരെ സൈലൻ്റ്. ആ പാർട്ടിയുടെ പരമോന്നത പീഠം ഒരക്ഷരം മുണ്ടിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആ പറഞ്ഞതിനെ ന്യായീകരിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. അത് വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അത് എന്തൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പബ്ലിക് മീഡിയയിൽ കാണാൻ പറ്റും. ഞാൻ ആ പരമോന്നത നേതാവിനോട് ചോദിച്ചിരുന്നു, ഇവിടെ ഒരു ജോസഫ് മാഷയുടെ കൈയെട്ടി, എവിടെയായിരുന്നു നേതാവ്? ഒന്നും പറഞ്ഞില്ല. 26 ആളുടെ ജെട്ടി ഊരിയിട്ട് കൺഫേം ചെയ്തിട്ട് ഭാര്യയുടെ മുമ്പിൽ ഇട്ടിട്ട് വെടിവെച്ച് കൊന്നു. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഈ മതമാണ് മതമാണ് അതിന് ന്യായീകരിക്കാൻ വന്നിട്ടുണ്ട് ഈ നേതാവ്. അതൊക്കെ പോട്ടെ, ജനങ്ങളെ പറ്റിച്ചോ പറ്റിക്കാതെ എങ്ങനെയോ ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു, കസേരയും പിടിച്ചു. അതിൽ കിട്ടേണ്ട ആൾക്കാരെയൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ആ കസേര പിടിച്ചിരിക്കുന്നത്. അതും കുഴപ്പമില്ല, ആരായാലും ജനങ്ങൾക്ക് ജയിച്ചവരാവണം. സീറ്റ് കൊടുക്കാണ്ടിരുന്ന പിന്നെ അയാളാവില്ലല്ലോ. അതൊക്കെ പോട്ടെ. കാരണം കുറച്ച് വിവരവും വിവേകമുള്ളവരൊക്കെ ആ പാർട്ടിയിലുണ്ട്. അവരേനൊക്കെ തഴഞ്ഞ് ഒരു മൂലയെ കൊണ്ട് ഇരുത്തിയിട്ടുമുണ്ട്. അതവിടെ നിന്ന് പോട്ടെ. ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഈ മഹാൻ ജയിച്ചതിന് ശേഷം പത്രക്കാരൊക്കെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് PM ശ്രീ എന്തേ അറബിക്കടലിൽ കൊണ്ട് എറിയണില്ലേ ചോദിച്ചു. ഈ മതമാണ് മതമാണെന്ന് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. അതും ഞാൻ അടുത്ത് ചോദിക്കും സാഹചര്യം വന്നാൽ. ഇപ്പോൾ PM ശ്രീയാണ് ചോദിച്ചത്. കാരണം ഇലക്ഷന് മുന്നേ അദ്ദേഹം പ്രസംഗിച്ചിരുന്നു, PM ശ്രീ ഞങ്ങൾ കടലിൽ കൊണ്ട് എറിയും ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇവരുടെ പാർട്ടിയിലെ ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ മറ്റേ ഗവൺമെൻറ് ചെയ്ത മാതിരിയൊന്നും അത് വേണ്ടാന്ന് വയ്ക്കില്ല, അത് വിശദമായി പഠിച്ച് ഞങ്ങൾ നടപ്പാക്കും എന്നൊക്കെയാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. അതിനെ മുഖ്യമന്ത്രിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോഴും ഈ വിദ്വാൻ സത്യം അങ്ങോട്ട് തുറന്നു പറയുന്നില്ല, ഇത് വേണോ വേണ്ട എന്ന്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഇത് അറബിക്കടലിൽ എറിയണില്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞു, ആ സാഹചര്യമല്ല ഈ സാഹചര്യം. അന്ന് ഞാൻ പ്രതിപക്ഷത്ത് പലതും ഞാൻ പ്രസംഗിക്കും, ഇപ്പം ഞങ്ങൾക്ക് അധികാരം കിട്ടി, അപ്പോൾ കുറച്ചൊക്കെ പക്വത കാണിക്കണം, ആ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കില്ല. കാരണം ഇത് ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യമാണ്, ഞങ്ങളുടെ മതത്തിൻ്റെ കാര്യമല്ല. ഞങ്ങൾ മതം കാരണം ജനങ്ങൾക്ക് കിട്ടണത് മുടങ്ങാൻ പാടില്ല. അങ്ങനെ ചില ന്യായീകരണങ്ങളൊക്കെ പുള്ളി പറഞ്ഞ് ആ പത്രക്കാരനെ അങ്ങോട്ട് ഒതുക്കി വിട്ടു. ഇതിന് ഭയങ്കര സമർത്ഥനാണ്. ഈ പത്രക്കാർ മുന്നിൽ വന്നാൽ ഒതുക്കി വിടാൻ നല്ല സാമർഥ്യമാണ്. പിന്നെയും ഓരോ ഇപ്പോൾ അടുത്ത് വീണ്ടും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ PM ശ്രീ പദ്ധതി ഇപ്പോഴും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, ഇതില്ല. അത് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞിട്ടില്ല, ഈ പാർട്ടിയുടെ നേതാക്കളും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കുടുംബശ്രീ ഉണ്ടാവില്ല എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് വേണ്ട, ഇത് കേരളത്തിൽ വേണ്ട എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് ഇതേവരെ കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല. പക്ഷെ കേന്ദ്രം ഇങ്ങോട്ട് വളരെ വ്യക്തമായിട്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ PM ശ്രീയുടെ കാലാവധി ഈ 2026 കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാനേ പറ്റില്ല, അതിനെക്കുറിച്ച് മറന്നു പൊക്കൊള്ളണം. പിന്നെ അത് കഴിഞ്ഞു ആ പദ്ധതി. ഇത് തന്നെയാണ് എയിംസിൻ്റെ കാര്യത്തിലും ഈ കേരളത്തിന് പറ്റിയ ഒരു വലിയ വിഡ്ഢിത്തരം. കാരണം 2014 എയിംസ് ഫോർ ആൾ സ്റ്റേറ്റ് എന്നുള്ള പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളോടും ഇമ്മീഡിയറ്റ്ലി അതിൻ്റെ പ്രൊജക്റ്റും സ്ഥലവും ഒക്കെ കാണിച്ച് അത് അവിടെ കൊടുക്കാൻ പറഞ്ഞു. അന്ന് രാഷ്ട്രീയം തലയ്ക്ക് കയറിയിട്ട് അന്ന് ഭരിച്ചത് ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഇവരുടെ മുന്നണി തന്നെയാണ്, മുണ്ടിയില്ല. എയിംസോ എന്ത് എയിംസ് അങ്ങനെ പറഞ്ഞു നടന്നു.
ഓരോ ആപ്ലിക്കേഷനും പോയില്ല എന്ന് മാത്രമല്ല BJPയുടെ ചില ആൾക്കാർ ചില സ്ഥലങ്ങൾ കാണിച്ചു കൊണ്ട് അവിടെ മെമ്മോറാണ്ടം കൊടുത്തു. അപ്പോൾ BJP ആരാ? ഇവിടെ ഭരണത്തിലാണോ? ഒരു MLA പോലും ഇല്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് കേന്ദ്രം മനസ്സിലായപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തു? അന്നത്തെ സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്തേക്ക് ആ ലെറ്റർ തിരിച്ചയച്ചു. ഇവിടെ ഇങ്ങനെ കേരളത്തിലൊരു സ്ഥലം ഉണ്ടത്ര, അതിന് നിങ്ങൾ പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അയക്കാൻ പറഞ്ഞു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ, വേഗം ആ സ്ഥലം SC/ST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടു. ജനറലായി കിടന്നിരുന്ന സ്ഥലമാണ്. എന്തിനാ SC/STയുടെ പേരിലേക്ക് മാറ്റിയത്? ഈ SC/STയുടെ നിയമം ഭരണഘടനയിൽ ഭയങ്കര നൂലാമാല പിടിച്ച സംഭവമാണ്. അതിന്മേൽ പിന്നെ തൊട്ട് കളിക്കാൻ പറ്റില്ല. അത് തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഉദ്ദേശം. ഇനി ഇത് എയിംസ് എന്ന് പറഞ്ഞിട്ട് ആരും വരണ്ട, അത് SC/STയുടെ കയ്യിലേക്ക് കിടക്കട്ടെ പറഞ്ഞു. ഒറ്റ രാത്രി കൊണ്ട് അന്നത്തെ MLAയും കൂടിയിട്ട്, പാലക്കാട് അന്നുള്ള MLAയും ആ കള്ളക്കളിക്ക് കൂട്ടുനിന്നാണ്. MLAയും മുഖ്യമന്ത്രിയും. MLAയുടെ ഭയങ്കര ശീൽബന്ധിയാണ്, അല്ല മുഖ്യമന്ത്രിയുടെ വലിയ ശീൽബന്ധിയാണ് അന്നത്തെ MLA കുറച്ച് വില്ലനാ. ആ കഥ മുഴുവൻ പിന്നെ പറഞ്ഞാൽ, കാരണം ഈ പേര് SC/STയിലേക്ക് മാറ്റുന്നതിന് മുന്നേ ആ MLA പറഞ്ഞ പ്രസംഗങ്ങളുണ്ട്, അത് യൂട്യൂബിൽ കിട്ടും. നരേന്ദ്രമോദിയുടെ തന്തയുടെ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ MLA പ്രസംഗിച്ചേ നടക്കുക. അത് അദ്ദേഹത്തിൻ്റെ പിന്നത്തെ ശിഷ്യന്മാരൊക്കെ അതേ വാദങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതെനിക്ക് അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇപ്പോൾ ആ MLA അതായത് പാർലമെൻറ്റ് മെമ്പറായിപ്പോൾ ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിട്ട് എവിടെ കേരളത്തിൻ്റെ എയിംസ് ഇപ്പോഴാണ് ചോദിക്കണം. എപ്പോൾ 10 കൊല്ലം കഴിഞ്ഞു, 12 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ പാർലമെൻറ്റിൽ പോയി ചോദിക്കുക. അന്നത് മര്യാദയ്ക്ക് പാലക്കാട് ഇന്ന സ്ഥലമുണ്ട്, ഇവിടെ എയിംസ് വരണം, ഒരു പ്രൊജക്റ്റൊക്കെ അവരെ ഉണ്ടാക്കുക, കേന്ദ്രം ഉണ്ടാക്കുക. ആ സ്ഥലം മാത്രം അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. ഇവിടെ കേരള ഗവൺമെൻറ്റിന് എയിംസ് വരുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് ഒരു ലെറ്റർ അങ്ങോട്ട് അയക്കേ വേണ്ടൂ. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അയച്ചില്ല. കാരണം എയിംസ് വന്നാൽ അത് BJP അല്ലേ കൊണ്ടിരുന്നത്, അത് ശരിയാവില്ല. എന്നിട്ടൊരു രസം കേൾക്കണോ, പാലക്കാട് IIT വന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നു. അതും BJP നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ്. അതും വന്നത് ഈ പാലക്കാട് തന്നെയാണ്. അപ്പോൾ എയിംസും വരുമ്പോൾ കോൺഗ്രസ്സിനാണ് ഇടിഞ്ഞു പോവുമല്ലോ. അപ്പോൾ അങ്ങനെ എയിംസും വേണ്ട, നാട്ടുകാർക്കൊന്നും വേണ്ടതേ, ആ സ്ഥലം SC/STയിലേക്ക് കിടക്കട്ടെ അങ്ങോട്ട് മാറ്റിയിട്ടു. ഇത് ശരിക്ക് ഈ കേരളത്തിലെ വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഞാൻ പറയണത്. പക്ഷേ ഈ സ്ഥലം SC/STയുടെ പേരിലേക്ക് ആക്കിയപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ അടിയായി. ചില വിവരമുള്ള നേതാക്കൾ, ഞാൻ മനസ്സിലാക്കുന്ന ആര്യാടൻ മുഹമ്മദൊക്കെയാണ് തോന്നുന്നു, അദ്ദേഹമൊക്കെ ചോദ്യം ചെയ്തു, ഇതെന്തേ ഇങ്ങനെ പെട്ടെന്ന് SC/STയുടെ പേരിലേക്ക് ആക്കി? അത് മന്ത്രിസഭ ഒന്നും കൂടിയിട്ടില്ല. അപ്പോഴാണ് പറഞ്ഞത്, അവർ കുച്ചു അത് രഹസ്യമായിട്ട് നമ്മൾ പറയില്ലേ, ഇങ്ങനെ എയിംസ് വരും, അപ്പോൾ പെട്ടെന്ന് അത് SC/ST ഒക്കെ ആണെങ്കിൽ പിന്നെ അതിമ തൊട്ട് കളിക്കില്ല. അങ്ങനെ പറ്റില്ല. അവിടെ ഒരു അവസാനം എന്താ തീരുമാനം ഉണ്ടായത്? അവിടെ ഒരു മെഡിക്കൽ കോളേജ്, സാധാ മെഡിക്കൽ കോളേജിന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ സാധാ മെഡിക്കൽ കോളേജ് ആക്കണമെങ്കിലും ഈ സ്ഥലം SC/ST ആയി. അപ്പോൾ അവസാനം എന്ത് തീരുമാനിച്ചു? SC/ST മെഡിക്കൽ കോളേജ്. സംഗതി കേന്ദ്രത്തിന് അത് എതിർക്കാനും പറ്റില്ല. കാരണം ഇന്ത്യയിൽ തന്നെ ഇല്ലാത്ത സംഭവമാണ് ഈ SC/ST മെഡിക്കൽ കോളേജ്. അതിനാ പ്രപ്പോസൽ. ഓക്കെ, കേന്ദ്രം നടത്തിക്കോ, തുടങ്ങിക്കോ. അപ്രൂവൽ കൊടുത്തു. ആ സ്ഥലത്ത് SC/ST മെഡിക്കൽ കോളേജ് പറഞ്ഞ് അപ്പം തന്നെ കല്ലിട്ടു. MLAയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി പോയി കല്ലിട്ടു. ഇപ്പോൾ 12 കൊല്ലമായി ആ മെഡിക്കൽ കോളേജിൽ ഒരുപാട് കെട്ടിടങ്ങൾ, എയിംസിൽ പോലും ഇല്ല അത്ര, കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും ഇല്ല അത്ര. ഒരുപാട് ആ കോമ്പൗണ്ട് മുഴുവൻ കെട്ടിടങ്ങളായി, 15 നില 12 നില. എന്താ കാര്യം അറിയോ? ഈ SC/ST ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാ കൊല്ലവും ബഡ്ജറ്റ് നീക്കിയിരിപ്പ് വരും. അത് കേന്ദ്രത്തിൻ്റെയും വരും, സംസ്ഥാനത്തിൻ്റെയും വരും. അവർക്ക് ഇപ്പോൾ ഈ പൈസ എന്താ ചെയ്യുക? എന്തു ചെയ്യുമോ അവർ ആ പൈസ? കുറച്ച് അട്ടപ്പാടിയിലോ വയനാട്ടിലോ നെല്ലിയാമ്പതിയിലോ അല്ലെങ്കിൽ സൈലൻറ്റ് വാലിയിലോ ഒക്കെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കള്ളക്കണക്കൊക്കെ എഴുതി തള്ളിവിടും. എന്നാലും പൈസ ബാക്കിയാണ്. അപ്പോൾ എല്ലാ കൊല്ലവും ഒരു 100 കോടി 200 കോടി ഉറുപ്പ്യ ഈ SC/STക്ക് ആകെയുള്ളൊരു മെഡിക്കൽ കോളേജ് അതിന് നീക്കി വയ്ക്കും. അപ്പോൾ 200 കോടി നീക്കി വെച്ചാൽ പോരല്ലോ, അത് ഉപയോഗിക്കണ്ടേ?
ഉപയോഗിച്ചാലല്ലേ അതിൽ നിന്ന് കുറച്ച് വെട്ടി മിണുങ്ങാൻ കിട്ടുള്ളൂ. അങ്ങനെ എല്ലാ കൊല്ലവും ഒരു വലിയൊരു ബിൽഡിങ്ങാണ് പണിയും. ഈ 10 കൊല്ലമായിട്ട് അവിടെ 10 ബിൽഡിങ്ങുകൾ നിൽക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങുകൾ മുഴുവൻ വവ്വാൽ കേന്ദ്രങ്ങൾ, വവ്വാൽ കൂടുകളാണ്. 1-2 ബിൽഡിങ്ങേ യൂസ് ഉള്ളൂ. എന്നാൽ അവിടുത്തെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലുണ്ട്. അതാ കഷ്ടം. ഞാനവിടെ പോയി പറഞ്ഞു പ്രിൻസിപ്പാളോട്, നിങ്ങൾ ഈ ബിൽഡിങ്ങിൽ ഒരു ബിൽഡിങ് ഹോസ്റ്റലാക്കി മാറ്റിയിട്ട് 5 കൊല്ലത്തെ കുട്ടികളും കൂടി ഒരു 10-600 കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട്. അവരിപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു റൂമിൽ 10-15 കുട്ടികളാണ്. എന്തിനത്ര കഷ്ടപ്പെടണമെന്ന്? വെറുതെ ബിൽഡിങ് കെട്ടിയിരിക്കുക. വേറെ സ്ഥിരമായിട്ട് അവിടെ ഡോക്ടേഴ്സിന്, ഓഫീസ് സ്റ്റാഫ്, ലാബറട്ടറി, എക്സ്റേ, ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ വേണം ഇതൊരു ഫങ്ഷനിങ്ങിലേക്ക് വരണമെങ്കിൽ, IP തുടങ്ങണമെങ്കിൽ. അപ്പോൾ ഇതിന് ജോലിക്കാരെ വെക്കണം, അതിന് സാലറി കൊടുക്കണം. അതിനൊന്നും ഗവൺമെൻറ് തയ്യാറല്ല. അങ്ങനെ ഒരു സിസ്റ്റമില്ലാത്ത ഒരു സംഭവമാണ് UDF. ആ UDF വന്നു. ഇപ്പോൾ ആരേനെ മതമാണ് പറയുന്ന ആൾക്കാരൊക്കെ കൂട്ടുപിടിച്ച് വന്നു. ഓക്കെ, എല്ലാം അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. തൂഫാനുണ്ട്, തൂഫാൻ്റെ കഥയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഒന്നുമില്ല. ഈ മതമാണ് എന്ന് പ്രസംഗിച്ച് നടക്കുന്ന ഈ വിദ്വാൻ ഇന്നലെ ആലപ്പുഴയിലെ ബീച്ചിൽ കുടുംബശ്രീയുടെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള വിപണനമേള ഉദ്ഘാടനം ചെയ്യാനാണ്. മൂപ്പരുടെ വകുപ്പാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ അവിടെ എത്തി. കാലത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ അധികം സാധാരണ മിനിസ്റ്റേഴ്സൊക്കെ വന്ന് വേഗം വണ്ടി കൊണ്ട് നിർത്തി ഇറങ്ങി ഓടി ഉദ്ഘാടനം കഴിഞ്ഞ് പോവുക ചെയ്യുക. ഇദ്ദേഹം അതിൻ്റെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പരന്നിട്ടുണ്ട്. ഇദ്ദേഹം അവിടെ വന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നില്ല. സംഘാടകർ ഇതെന്താ മനസ്സിലാവണില്ല, പോലീസുകാർക്കും മനസ്സിലാവണില്ല. പിന്നെ ചെന്ന് ചോദിച്ചു എന്താ പ്രശ്നം. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കാറ് നിർത്തി കൊടുത്തുനിന്ന് ഈ ഉദ്ഘാടനം വരെ പോകുന്ന സ്ഥലം കുറച്ച് മണ്ണായ സ്ഥലമാണ്. അവിടെ മണ്ണ് കൂടെ ഞാൻ നടക്കില്ല, പരവതാനി വിരിക്കണം, എന്നാലേ കാറിൽ നിന്ന് ഞാൻ ഇറങ്ങുള്ളൂ. ഒരു കേരളത്തിലെ ഒരു മന്ത്രിയുടെ ആവശ്യം അത്. സംഘാടകരാകപ്പെട്ടു. അവർ ഓടി വണ്ടി എടുത്തിട്ട് എവിടുന്നോ പരവതാനി കൊണ്ടുവന്ന് വിരിച്ച് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ? പിന്നെന്താ ചെയ്യുക, ഡെക്കറേഷൻ കമ്പനിയിൽ പോയിട്ട് വാടകയ്ക്ക് കിട്ടും ഈ സാധനം. നാറി പുളിച്ച് കറുപ്പ് ഇതൊക്കെ റൗണ്ടൊക്കെ കാണാം. അത് എവിടുന്നോ ഒരെണ്ണം കൊണ്ടുവന്ന് അവിടെ വിരിച്ചു കൊടുത്തു. മന്ത്രി ഇങ്ങനെ മെല്ലെ ഇറങ്ങി വന്ന് ഒരു ഉദ്ഘാടനം കഴിച്ച് ഒരു വലിയ ആളുടെ മാതിരി അങ്ങോട്ട് തിരിച്ചു പോയി. കഷ്ടല്ലേ. മുഖ്യമന്ത്രി പറഞ്ഞു എനിക്ക് ഈ സെക്യൂരിറ്റി ആയിട്ട് കാറുകളൊന്നും വേണ്ട, മാക്സിമം 2 കാറ് മതി. തുടക്കത്തിൽ പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രി വരുന്നിടത്ത് എത്ര കാറുണ്ടെന്ന് എണ്ണ ജനം, ഞാൻ പറയണില്ല. അപ്പോൾ ഇവർ ഓരോ ദിവസം ചെല്ലുന്തോറും അവരുടെ സ്വഭാവം ഇങ്ങനെ മാറ്റി വരുന്നുണ്ട്. ഇത് പിന്നെ തുടക്കത്തിലെ പരവതാനി ഇല്ലെങ്കിൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങില്ല, അത് തുറന്നു പറഞ്ഞു ജനങ്ങളോട്. വളരെ നല്ല കാര്യം. എന്തായാലും കാത്തിരുന്ന് കാണാം കൂടുതൽ സംഭവങ്ങൾ.